നമസ്തേ. നമ്മളിന്ന് 1200 ആണ്ട് കന്നിമാസ ഫലമാണ് പറയുന്നത്. അതായത് 2024 സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 വരെയുള്ള സമയം. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യമാണ്. ആരോഗ്യപരമായിട്ട് അവർക്ക് ഒട്ടും തന്നെ അനുകൂലമല്ലാത്ത സമയമാണ്, ശ്രദ്ധിക്കുക. മേടക്കൂറ് എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. അവർക്ക് ഈ കന്നിമാസത്തിൽ ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമായിരിക്കില്ല. വയറുവേദന പോലെയുള്ള ഉദര സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. തൊഴിൽ രംഗത്ത് പലവിധ തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു മാസമാണ്. ധനപരമായിട്ട് ചില പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിലും ചില തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വരും. സന്താനങ്ങളുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സന്താന സ്ഥാനീയരൊക്കെ ആയിട്ട് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകൾ മൂലം, അതായത് എതിർലിംഗക്കാരുമായിട്ടുള്ള വാക്ക് തർക്കങ്ങൾ, അവരുടെ പ്രതികാര നടപടികൾ ഒക്കെ നേടേണ്ടി വരുന്ന സമയമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ അയൽക്കാരുമായിട്ട്, തൊട്ടടുത്തുള്ള അയൽപക്കക്കാരൊക്കെ ആയിട്ട് വാക്ക് തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മേടക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. മാറ്റി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു മാസമാണ്. യാത്രകൾ, ഉദ്ദേശിച്ച ചില യാത്രകളിൽ തടസ്സങ്ങൾ നേടേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. പുതിയ കോഴ്സുകളൊക്കെ പഠിക്കാൻ പറ്റുന്ന സമയമാണ്. ബന്ധുജനങ്ങളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മേടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മാതാപിതാക്കളുടെ ആരോഗ്യനില അത്ര അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിലെ ചില പ്രയാസങ്ങൾ മേടക്കൂറുകാർക്ക് അനുഭവിക്കേണ്ടി വരും. ഇനി അടുത്ത ഇടവക്കൂറുകാരുടെ കന്നിമാസത്തിലെ ഫലം. കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ്. അവർക്ക് ഈ സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 വരെയുള്ള സമയം. തൊഴിൽ രംഗത്ത് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. പുതിയ ചില കാര്യങ്ങളെക്കുറിച്ച് തൊഴിൽ രംഗത്ത് ആലോചിക്കുന്നൊരു സമയമാണ്. ധനപരമായിട്ടൊക്കെ ചെറിയ രീതിയിലുള്ള അനുകൂലത ഉണ്ടാവും. ആരോഗ്യകാര്യത്തിലാണെങ്കിലും ചെറിയ പുരോഗതിയൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. എന്നാൽ കുടുംബത്തിലെ മറ്റുള്ളവരുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ, അല്ലെങ്കിൽ അവരുടെ ചില മാനസിക ശാരീരിക ക്ലേശങ്ങൾ മനസ്വസ്ഥത കുറയ്ക്കുന്ന സമയം കൂടിയാണ്. ധനപരമായിട്ട് കടം കൊടുക്കൽ അല്ലെങ്കിൽ കടം വാങ്ങൽ അതിനൊന്നും പറ്റിയ സമയമല്ല. പിന്നെ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല, അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചില നഷ്ടങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ചില നഷ്ടങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. മക്കളൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. യാത്രാകാര്യങ്ങളിലും ഇടവക്കൂറുകാർക്കും ചില തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ഒരു മാസമാണ്. മാതാപിതാക്കൾ പൊതുവെ അനുകൂലമായിരിക്കും. ഇനി അടുത്തത് മിഥുനക്കൂറുകാരുടെ കന്നിമാസത്തിലെ ഫലമാണ്. മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ്. അവർക്ക് ഈ കന്നിമാസത്തിൽ തൊഴിൽ രംഗത്തൊക്കെ ചെറിയ രീതിയിലുള്ള അനുകൂലത ഉണ്ടാകും. സ്ഥാനമാറ്റം ഒക്കെ ഉണ്ടാകും. ചില യാത്രകൾ അത്ര അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് യാത്രകളിൽ വളരെയധികം ശ്രദ്ധിക്കുക. ധനപരമായിട്ട് ചിലവ് കൂടുന്ന സമയമാണ് മിഥുനക്കൂറുകാർക്ക്. ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ചില വാക്ക് തർക്കങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് കുടുംബ സ്വസ്ഥത കുറയ്ക്കുന്ന സമയമാണ്. സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇവരൊക്കെ കൂടിച്ചേരാനുള്ള അവസരങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സമയമാണ്. ആരോഗ്യകാര്യങ്ങളിൽ അത്ര അനുകൂലമായിരിക്കില്ല. കുടുംബത്തിലെ സന്തോഷം, സമാധാനമൊക്കെ ഉണ്ടാകും. മക്കൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മാതാപിതാക്കൾ അനുകൂലമാണ്. പിതൃസ്വത്ത് ലഭിക്കാം.
വാഹനയോഗമുണ്ട്. എങ്കിലും വാഹന സംബന്ധമായി അമിത ചിലവും വന്നു ചേരും. വിദേശയാത്രയ്ക്ക് യോഗമുള്ള സമയമാണ്. അടുത്തത് കർക്കിടകൂറുകാരുടെ കന്നിമാസത്തിലെ ഫലമാണ്. കർക്കിടകൂറ് എന്ന് പറയുന്നത് പുണർത്തത്തിൻ്റെ അവസാന കാൽഭാഗം പൂയമായില്യം നക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് പല പ്രതിസന്ധികൾ നേടേണ്ടി വരുന്ന സമയമാണ്. അത് ചില മനപ്രയാസങ്ങൾ സൃഷ്ടിക്കും. സ്ഥാനചലനം പ്രതീക്ഷിക്കണം. ധനപരമായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാകും. പുതിയ സുഹൃത്തുക്കളൊക്കെ ലഭിക്കുമെങ്കിലും പല സുഹൃത്തുക്കളും അത്ര അനുകൂലമായിട്ടുള്ള ഒരു സമീപനം, അവരിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകില്ല. അത് കരുതിയിരിക്കുക. മക്കളൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഉദര സംബന്ധമായ ചില അസുഖങ്ങൾ ആരോഗ്യരംഗത്ത് പ്രതികൂലത സൃഷ്ടിക്കും. യാത്രാകാര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല. വിദേശയാത്ര യോഗം ഉണ്ട്. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് കുറച്ച് അലസത, മടി എന്നിവയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക. നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചരവശാലുള്ള ഫലമാണ്. അപ്പോൾ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.